നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശനി, കണ്ടകശനി, ഏഴര ശനി എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളിൽ നമ്മൾ വളരെ അധികം വിഷമത്തിലായിരിക്കും. ഭഗവാനെ, ഇത്രയേറെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ഇത്രയേറെ കഷ്ടപ്പാടുകളാണല്ലോ, കണ്ടകശനി ആയാൽ കൊണ്ടേ പോവുള്ളൂ എന്നല്ലേ പഴമൊഴി. പക്ഷേ അത്രയൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കണ്ടകശനി കാലത്ത് ദോഷഫലങ്ങൾ ഉണ്ടാകാം, പക്ഷേ പലതരത്തിലുള്ള കർമ്മങ്ങളിലൂടെ നമ്മൾക്ക് മറികടക്കാൻ സാധ്യമാവുന്നതാണ്. ജന്മരാശിയുടെ കേന്ദ്രഭാവത്തിൽ 1, 4, 7, 10 ഈ രാശികളിൽ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലത്തിനെയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഈ 1, 4, 7, 10 ഈ രാശികളിൽ വരാനുള്ള സാധ്യത കുറവായിരിക്കും. എന്നിരുന്നാലും ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത്. ഏഴരശനിയാണെങ്കിൽ ഏഴരശനി സമയത്ത് വളരെ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ജനിച്ച കൂറിലും അതിൻ്റെ 2ാം രാശിയിലും 12ാം രാശിയിലും ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന 7 വർഷങ്ങളിലെ ഏഴരശനിയായിട്ടാണ് കണക്കാക്കുന്നത്. അത്രയധികം ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ് ഏഴരശനി. അതിനെല്ലാം ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. 12ാം ഭാവത്തിൽ ഏഴരശനി സഞ്ചരിക്കുകയാണെങ്കിൽ 7.5 വർഷം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കാം. എന്നിരുന്നാലും ശനി ഭഗവാനെ പ്രാർത്ഥിക്കാം. കഴിയുന്ന ക്ഷേത്രദർശനം 7 ദിവസം 7 ശനിയാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തി അവിടെ നീരാഞ്ജന വഴിപാടായിട്ട് ചെയ്യുക, എള്ളുതിരി സമർപ്പിക്കുക. അതിയുത്തമമായിട്ടാണ്. ആ ദോഷങ്ങളിൽ നിന്നൊക്കെ മറികടക്കാനുള്ള ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ശനി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദോഷ ദുരിതങ്ങളും അകന്നു മാറി നല്ല രീതിയിൽ നല്ല ജീവിതം അനുഗ്രഹത്താൽ നിറവേറാനും ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. 18 ദിവസം ഓം ശനീശ്വരായ നമഃ എന്ന് മുടങ്ങാതെ ജപിക്കുക. എല്ലാം ശുഭമായിട്ട് അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ്. ഓം ശനീശ്വരായ നമഃ. എല്ലാം ശുഭമാണ്.